നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. അലോഷങ്കെ എന്ന് കേട്ടിട്ടുണ്ടോ? അഥവാ റഷ്യയിലെ ഏലിയൻ കുഞ്ഞ് എന്നറിയപ്പെടുന്ന അലോഷങ്കയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത്. റഷ്യയിലെ കൈഷ്ടിം എന്ന സ്ഥലത്ത് 1996 കണ്ടെത്തിയ വിചിത്ര രൂപിയായ ഒരു ജീവിയുടെ ശരീരം ലോകമെമ്പാടുമുള്ള ഗൂഢാലോചന സിദ്ധാന്തർക്കിടയിലും ശാസ്ത്രജ്ഞന്മാർക്കിടയിലും ഇന്നും വലിയൊരു ചർച്ചാ വിഷയമാണ്. അലോഷങ്കെ അഥവാ കൈഷ്ടിം ഡാർഫ് എന്നാണ് ഈ ജീവി അറിയപ്പെടുന്നത്. 1996 റഷ്യയിലെ ചെല്ലാബിൻസ്ക് എന്ന മേഖലയിലെ കൈഷ്ടിൻ നഗരത്തിന് സമീപം കണ്ടെത്തിയ അജ്ഞാത ജീവിയാണ് അലോഷങ്കെ എന്ന് പേരിട്ട് വിളിക്കുന്ന ഈ ജീവി. അന്യഗ്രഹ ജീവിയാണെന്നും അതല്ല ആണവ വിഗ്രഹമേറ്റ് രൂപമാറ്റം സംഭവിച്ച മനുഷ്യ കുഞ്ഞാണിതെന്നുമുള്ള പലതരത്തിലുള്ള വാദങ്ങൾ ഇതിനെക്കുറിച്ച് നിലനിൽക്കുന്നു. കണ്ടെത്തൽ കൈഷ്ടിൻ മേഖലയിലെ കയോലിനോവി ഗ്രാമത്തിൽ താമസിച്ചിരുന്ന തമാര പോസ്വിനിക എന്ന മാനസികാസ്വാസ്ഥ്യമുള്ള വയോധികയ്ക്കാണ് ഈ ജീവിയെ കണ്ടെത്താൻ സാധിച്ചത്. ഒരു രാത്രിയിൽ വനപ്രദേശത്തു നിന്നും ഇതിനെ ലഭിച്ചുവെന്നും താൻ അതിനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് മകനെ പോലെ വളർത്തുവാൻ തുടങ്ങിയെന്നും അവർ അവകാശപ്പെട്ടു. അവർ അതിന് നൽകിയ പേരായിരുന്നു അലോഷങ്കെ. ഗ്രാമവാസികൾ പറയുന്നതനുസരിച്ച് തമാര ഈ ജീവിക്ക് മധുരപലഹാരങ്ങളും വെള്ളവും നൽകിയിരുന്നു. എന്നാൽ തമാരയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ അയൽക്കാർ ഡോക്ടർമാരെ വിവരം അറിയിക്കുകയും അവരെ ഒരു മാനസികാരോഗ്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. അതോടുകൂടി ആരും നോക്കുവാനില്ലാതെ ആ ജീവി മരണപ്പെടുകയായിരുന്നത്രേ. ഈ ജീവിയുടെ മൃതശരീരം പിന്നീട് ഉണങ്ങിയ നിലയിൽ അഥവാ മമ്മിഫൈഡ് ഫോമിൽ കണ്ടെത്തുകയായിരുന്നു. ഇതിൻ്റെ രൂപത്തിന് സാധാരണ മനുഷ്യ കുഞ്ഞുങ്ങളുമായി വലിയ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഏകദേശം 25 സെന്റിമീറ്റർ മാത്രമായിരുന്നു ഇതിൻ്റെ നീളം. വലിയ തലയും കൂർത്ത ആകൃതിയിലുള്ള തലയോട്ടിയും വളരെ വലിയ കണ്ണുകളും മനുഷ്യൻ്റേതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള എല്ലുകളുടെ ഘടനയുമായിരുന്നു ഇതിന്. ഈ സവിശേഷതകൾ കാരണം ഇതൊരു അന്യഗ്രഹ ജീവിയാണ് അഥവാ ഒരു ഏലിയനാണ് എന്ന അഭ്യൂഹം പരക്കുവാൻ തുടങ്ങി. അലോഷങ്കയുടെ മൃതദേഹം പോലീസ് കണ്ടെടുത്തുവെങ്കിലും പിന്നീട് അത് ദുരൂഹമായ സാഹചര്യത്തിൽ അപ്രത്യക്ഷമായി. മോഷ്ടിക്കപ്പെട്ടതാണെന്നും അതല്ല അധികൃതർ തന്നെ ഇത് മാറ്റിയതാണെന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ശരീരം നഷ്ടപ്പെട്ടതോടുകൂടി കൃത്യമായ ശാസ്ത്രീയ പരിശോധനകൾ നടത്തുവാൻ കഴിയാതെ പോയി. ഈ ജീവിയെ കണ്ടെത്തിയ തമാരയെ 1999 ഒരു വാഹനാപകടത്തിൽ മരിച്ചതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. അന്യഗ്രഹ ജീവിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും ഇതിനൊരു വ്യക്തമായ വിശദീകരണവും നൽകുന്നുണ്ട്. 1957 കൈഷ്ടിമിൽ വലിയൊരു ആണവ അപകടം സംഭവിച്ചിരുന്നു. അതിൻ്റെ ഫലമായി ആ പ്രദേശത്ത് കടുത്ത റേഡിയേഷൻ നിലനിന്നതായും റേഡിയേഷൻ കാരണം ജനിതക വൈകല്യം സംഭവിച്ച അഥവാ ജനറ്റിക് മ്യൂട്ടേഷൻ സംഭവിച്ച മാസം തികയാതെ ജനിച്ച ഒരു മനുഷ്യഭ്രൂണമായിരിക്കാം അലോഷങ്കെ എന്നാണ് പ്രബലമായൊരു വാദം. മൃതശരീരം പൊതിഞ്ഞ തുണിയിൽ നിന്നും ലഭിച്ച രക്തം പരിശോധിച്ചപ്പോൾ അതിൽ മനുഷ്യൻ്റേതുമായി സാമ്യമുള്ള DNA കണ്ടെത്തിയിരുന്നു എന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അലോഷങ്കെ യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്നത് ഇന്നും ഉത്തരമില്ലാത്ത ഒരു ചോദ്യമാണ്. അത് പ്രകൃതിയുടെ ഒരു വികൃതിയായ സൃഷ്ടിയായിരിക്കാം, അല്ലെങ്കിൽ ആണവ ദുരന്തത്തിൻ്റെ ഇരയായിരിക്കാം. ശരീരം നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ സത്യം തെളിയിക്കുവാൻ ഇനി വേറെ വഴികളില്ല. എങ്കിലും റഷ്യൻ നാടോടി കഥകളിലെയും UFO ചർച്ചകളിലെയും ഒരു പ്രധാന കഥാപാത്രമായി അലോഷങ്കെ ഇന്നും ജീവിക്കുന്നു. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.